ഇതാണ് നമ്മുടെ ഓണം വീഡിയോ. ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ച എനിക്ക് ഒന്നിനും സമയം കിട്ടാത്തൊരു ദിവസമായിരുന്നു ഓണവും അതിൻ്റെ തലേന്ന് സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് നമ്മളപ്പം തന്നെ അച്ചാറും പുളിയിഞ്ചി ഉണ്ടാക്കി. ബാക്കി പണികൾക്കുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. എല്ലാം ഇനി രാവിലെയാണ്. രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റു. ആദ്യമായിട്ടാണ് ഇവിടെ ഇത്രയും നേരത്തെ ഞാൻ എണീക്കുന്നത്. എണീറ്റ് കുളിച്ച് പല്ലൊക്കെ തേച്ച് വീണ്ടും പണി തുടങ്ങി. ആദ്യം നമ്മൾ പച്ചടിയാണ് ഉണ്ടാക്കിയത്. ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി, കക്കിരിക്ക പച്ചടിയും ഉണ്ടാക്കി. ഒരു 9 മണി 10 മണി ആയപ്പോൾ നമ്മൾ ഉപ്പുമാവും പഴവും ചായയ്ക്ക് ഉണ്ടാക്കി കുടിച്ചു. അതിനുശേഷം വീണ്ടും പണി തന്നെയാണ്. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു. ഐറ്റംസൊക്കെ കാണിച്ചു തരാം കേട്ടോ. പുളിയിഞ്ചി ഉണ്ട്, ബീട്രൂട്ട് പച്ചടി ഉണ്ട്, കക്കിരിക്ക കൊണ്ടുള്ള പച്ചടി ഉണ്ട്, വെള്ള കളറുള്ള പച്ചടി ഉണ്ട്. പിന്നെ ഈ കാണുന്നത് തോരൻ, പയർ തോരനാണ്, പച്ചപ്പയറിൻ്റെ തോരൻ. പിന്നെ പഴം, സാമ്പാർ, കൂട്ടുകറി. ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കി പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവരാണ് നമ്മുടെ ഇന്നത്തെ അതിഥികൾ, ഓണത്തിൻ്റെ ഗസ്റ്റ്. റഷീദ, റജ്നൂക്ക, അവരുടെ കുട്ടി. നമ്മളൊരു ടേബിളൊക്കെ ഇട്ട് ഓണസദ്യ കഴിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തതാണ്. ഓണസദ്യ നിലത്തിരുന്നാണ് കഴിക്കേണ്ടതെന്നുള്ള ഇവരുടെ ഒരു അഭ്യർത്ഥനയിലാണ് നമ്മളെല്ലാം നിലത്തേക്ക് മാറ്റിയത്. ഇല വെച്ച് കറികളൊക്കെ വിളമ്പി, ചോറ് വിളമ്പി, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് ഓണസദ്യ കഴിച്ചത്. ഇത്രയും ദിവസം ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൃത്യം ഓണത്തിൻ്റെ ദിവസമായപ്പോൾ ചൂടിൻ്റെ ചൂടാണ്. അതുകൊണ്ട് ഓണസദ്യ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും സൈഡായി. നമ്മളൊന്ന് പുറത്തൊക്കെ പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഒന്നും നടന്നില്ല. നേരത്തെ കുറച്ച് കറികൾ കാണിച്ചില്ലേ, അതുകൂടാണ്ട് നമുക്ക് സാമ്പാറുണ്ട്, ചിക്കൻ കറിയുണ്ട്, പപ്പടമുണ്ട്. പായസം ഇപ്രാവശ്യം നമ്മൾ പരിപ്പ് പായസം തന്നെയാണ് ഉണ്ടാക്കിയത്. പായസം ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് റഷീദ് തന്നെയാണ്. നമ്മുടെ ഇതുവരെയുള്ള ഒരാഘോഷത്തിനും അവളുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ റഷീദ വരുന്നത്. അത് കൂടാണ്ട് അമ്മാമീൻ്റെ ആദ്യത്തെ ഓണസദ്യയാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഓണമാണിത്. ഈ സദ്യ ഉണ്ടാക്കിയതും കഴിച്ചതും അല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളും ഓണത്തിൻ്റെ അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ കാണിക്കാനുള്ളൂ. ഇതാണ് നമ്മുടെ 2025 ഓണം. നമ്മുടെ ഓണം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.